നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ആ സംഘടനയുടെ പ്രസിഡൻ്റാണ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനം. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഇതൊരു തത്വജ്ഞാനപരമായതാണ്, ശാസ്ത്രീയമാണ്. അത് തെറ്റാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് ഞങ്ങളുടെ ഒരു വിലയിരുത്തലോ നിരൂപണമാണ്. അത് നിങ്ങളിൽ 100% ഉൾക്കൊള്ളണമെന്നില്ല. ഇതാ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളുടെ മുൻപിലേക്ക് ഇടുകയാണ്. ഇസ്രായേൽ പലസ്തീൻ വിഷയമാണ്. അത് ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നും എനിക്കോ അല്ലെങ്കിൽ എൻ്റെ സംഘടനക്കോ ഇല്ല. എങ്കിലും പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം പറയുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ, 50 കാലഘട്ടത്തിൽ ആലുവ അശോകപുരത്ത് ഒരു കമ്പനിയുടെ നൂൽ കമ്പനി, അശോക നൂൽ കമ്പനി. അതിൻ്റെ അടുത്തൊരു തട്ടൻ താമസിച്ചിരുന്നു. തട്ടന്മാരുടെ പണി സ്വർണ്ണ പരിപാടിയാണല്ലോ. അദ്ദേഹം കമ്മട്ടത്തിൽ ഈ 5 രൂപ നാണയമാണെന്നാണ് എൻ്റെ ഓർമ്മ. 10-7 വർഷം മുമ്പുള്ള കാര്യമാണ്, 4 നൂറ്റാണ്ട് മുമ്പുള്ള കാര്യമാണ്. കേട്ട കാര്യമാണ്, അനുഭവമുള്ളതല്ല. അവിടെ സംശയം തോന്നിയ ഒരു CID, അന്ന് CID എന്നാണ്, സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, CID ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഒരാൾ അവിടെ വന്ന് പരിചയപ്പെട്ട് താമസിച്ച്, മകളായിട്ട് ലവായിട്ട്, മകളെ കല്യാണം കഴിച്ച് താമസിച്ച് 2-3 വർഷം എടുത്ത് അദ്ദേഹം ഈ കമ്മട്ടും അടിക്കുള്ള അറിയാൻ വേണ്ടി. അതാണ് രഹസ്യ അന്വേഷണ വകുപ്പിൻ്റെ രഹസ്യ അന്വേഷണ സ്വഭാവം. നമുക്ക് ഇന്ത്യക്ക് ഉണ്ട് രഹസ്യാന്വേഷണം. ഏറ്റവും വലിയ സംഘടന റോ ആണ്, റിസർച്ച് ആൻഡ് അനലിസിസ് വിങ്. അമേരിക്കയ്ക്കുണ്ട്, ഇസ്രായേലുണ്ട്, പിന്നെ റഷ്യക്കുണ്ട്, മറ്റെല്ലാ രാജ്യങ്ങൾക്കുണ്ട്, പാകിസ്ഥാനൊക്കെ ഉണ്ട്. അതിൽ അമേരിക്കയുടെയും ഇസ്രായേലിലാണ് കുറച്ച് ശക്തമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേലിലാണെന്ന് പറയുന്നത്, അത് മുഴുവൻ ശരിയൊന്നും അല്ല. ഏതിലും ഇസ്രായേലിൻ്റെ ചാരപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, അമേരിക്കയുടെ ചാരപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ അത് തകർത്തപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീലും സമ്മതിക്കുന്നില്ല. വക്കീലൊന്നും ഇപ്പോൾ സമ്മതിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ്. അവിടെ ജോലി ഉണ്ടായിരുന്ന 4000 യഹൂദന്മാർ അന്ന് ലീവ് എടുത്ത്, മൊത്തം ഒരാൾ 2 ലീവ് എടുത്ത് നമുക്ക് മനസ്സിലാക്കാം. ഈ 4000 പേര് ഒരുമിച്ച് ലീവ് എടുക്കൽ, ഈ വിവരം അവിടുത്തെ യഹൂദരായ ജോലിക്കാർക്ക് അറിയാമായിരുന്നു. അത് അമേരിക്കയിലും ഇസ്രായേലിലെയും ഒരു പിറകിൽ നിന്നുള്ള കളിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ആൾ ദൈവങ്ങളുണ്ട്. ഈ ആൾ ദൈവങ്ങളിൽ ചില ദൈവങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന 2 ശക്തികളാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആയുധ ലോബിയും, മറ്റൊന്ന് ലഹരി മാഫിയകളും. അത് ലഹരി മാഫിയകളും ആയുധ ലോബിയും എതിർക്കാൻ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ ഭരണകൂടത്തിന് പോലും പറ്റില്ല. അത്ര ശക്തരും സംഘടിതരുമാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഈ കറുപ്പ് ഒക്കെ ഉൽപ്പാദനത്തിൻ്റെ ലോകത്ത് 1-ാം സ്ഥാനം അഫ്ഗാനിസ്ഥാനാണ്. 2-ാം സ്ഥാനം എവിടെ അറിയോ? നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ ഇടുക്കി മേഖലയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കുരുവോള് കയറ്റി പോകുമ്പോൾ, കുരുവോളിൻ്റെ കൊണ്ടുപോകുമ്പോൾ എത്ര ടൺ കുരുവോള് കൊണ്ടുപോകാൻ എന്തൊരു പ്രയാസമാണ് കപ്പലിൽ. അതിന് എസെൻസ് എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ എളുപ്പമുണ്ട്. 1 ടൺ ഉണ്ടെങ്കിൽ 1 കിൻഡലൊക്കെ ഉണ്ടാവുള്ളൂ, എളുപ്പമുണ്ട്. അതുപോലെ കഞ്ചാവ് ഓയിൽ കൊണ്ടുപോകാൻ വേണ്ടി പ്ലാസ്റ്റിക് ക്യാപ്സ്യൂളാക്കി പട്ടി കൊണ്ട് തിരിച്ചിട്ട് വിമാനത്തിൽ പട്ടി കൊണ്ട് അവിടെ ചെന്ന് കാപ്പികളൊക്കെ കിട്ടും. അതൊക്കെ എത്ര നിസ്സാരമായ വിളവാടാണ്. ഇടപാട് വളർന്നപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരു എളുപ്പ വഴി, ഈ ആൾ ദൈവങ്ങളുടെ ഈ സ്വർണം പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റും മിഷനിൽ കൂടി. ഈ സാധനം ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗ്രീൻ ചാനൽ വഴി ഈ ആൾ ദൈവങ്ങൾ പോകുമ്പോൾ ഒരു 5 വലിയ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ, 5 വലിയ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ ഒരു സൂട്ട് കേസിൽ ഇതാണെങ്കിൽ 10-30 കിലോ ഉണ്ടാവില്ലേ.
ഇന്ന് ഈ സാധനത്തിന് 100 കോടി രൂപയാണ് ലോക മാർക്കറ്റിൽ. ഒരു കിലോയ്ക്ക് 100 കോടി രൂപയാണ്. അത് സ്വർണത്തിന് ഇന്നും അര കോടി ഉള്ളൂ. അവിടെ 1:200 ആണ്. നോട്ടടിച്ചിട്ട് മുതലാകാതെ ആൾക്കാർ ഡോളർ അടിച്ച പോലെ. അപ്പം അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവിടുത്തെ താലിബാൻ ഭരണം വന്നപ്പോൾ യൂറോപ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കൊക്കെ ഇത് കിട്ടാതെ വന്നു. യൂറോപ്യൻ കൺട്രീസ് നിങ്ങൾക്കറിയാമല്ലോ, തണുപ്പ് പ്രദേശമാണ്. തണുപ്പ് പ്രദേശമാകുമ്പോൾ ആ തണുപ്പിൻ്റെ ചൂടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ബൈക്ക് ഓടിച്ച് നല്ല മഴയുള്ള സമയത്ത് പോകുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു തമിഴ് ലോറിയുണ്ട്. ആ ലോറിയിൽ നിന്ന് പിന്നെ കാർബറേറ്റർ അല്ലെങ്കിൽ പോക്കുവയിൽ കൂടി പുക പുറത്ത് വരുമ്പോൾ ചെറിയ ചൂട് കിട്ടും. അപ്പോൾ നമുക്കൊരു ആശ്വാസമല്ല ഇത്. അത് സിമ്പിൾ ഉദാഹരണം എന്ന് വെച്ചാൽ വർഷങ്ങളല്ല, ലോകമുള്ള കാലം മുതൽ ഇന്നേ വരെ പിന്നെ തണുപ്പാണ് യൂറോപ്യൻ കൺട്രീസിൽ. അത് മഞ്ഞൊക്കെ 2-3 അടി 4 അടിയൊക്കെ പൊക്കത്തിൽ വരുന്നതാണ്. അതിനവർ അത്ര കട്ടിയുള്ള പിന്നെ ഉടുപ്പിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അതാണ് അവരൊക്കെ ട്രിവാൻഡ്രത്ത് കോവളത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഷഡ്ഡി മാത്രം ഇട്ട് കിടക്കുന്നത്. അവർ നഗ്നത കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവർക്ക് ശരീരം മുഴുവൻ ചൂട് കൊള്ളുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാൽ ആ എംബ്ലം ഒന്നും മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഷഡ്ഡി മാത്രം എടുത്തു. അങ്ങനെ വരുമ്പോൾ 2 കാര്യം അവർക്ക് വേണം. ഒന്നെന്താണ് ഇന്ധനം, അത് കത്തിച്ച് ചൂട് കിട്ടണം, എനർജി. മറ്റൊന്ന് ഈ കഞ്ചാവ് അല്ലെങ്കിൽ ചരസ് പോലെ സാധനത്തിൽ നിന്ന് ലഹരി. അപ്പോൾ ഈ ലഹരിയും ഈ ഇന്ധനത്തിൽ കിട്ടുന്ന ചൂടും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ താലിബാൻകാർ വന്നപ്പോൾ ഈ സാധനം നിരോധിച്ചു. താലിബാൻ എന്ന് വെച്ചാൽ വിദ്യാർത്ഥി സംഘടന എന്നാണ് താലിബാൻ എന്നാണ്. ആ താലിബാനെ ഉണ്ടാക്കി നിങ്ങൾക്കറിയാം, അമേരിക്ക വളർത്തിയത്. പിന്നെ റഷ്യ വന്ന് ഭരണമേറ്റപ്പോൾ റഷ്യനെ ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ ചെറുപ്പക്കാരെ അമേരിക്ക ട്രെയിനിങ് കൊടുത്ത് താലിബാൻ സംഘം ഉണ്ടാക്കി. അങ്ങനെ റഷ്യക്കാരെ അവിടെ ഒരുമിച്ച് വിട്ട് അവസാനം അമേരിക്ക പാടായപ്പോൾ അവർ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങ് താലിബാൻ പറഞ്ഞപ്പോൾ ഈ സാധനം കിട്ടാതെ. അതിൻ്റെ ഒരു കാര്യം പറയട്ടെ, കാരണം നമ്മുടെ ബന്ദ്ര തുറമുഖത്ത് മുദ്ര തുറമുഖത്ത് ഗുജറാത്തിലെ കണ്ടെയ്നർ കണക്കിന് ഈ സാധനം വന്നല്ലോ, ഇറാനിൽ നിന്ന് വന്നാന്ന് പറഞ്ഞത്. അത് പിടിച്ചല്ലോ. ആ സാധനം എവിടെ പോയി? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇവിടെ. ആ സാധനത്തിൻ്റെ മൊത്തം ഇന്ത്യയിലെ പകുതി ജനങ്ങൾക്ക് അത്ര ഉണ്ടെങ്കിൽ മൈക്ക് ഒരു കൊല്ലം കടത്താതാണ്. അത്ര ക്വാണ്ടിറ്റി ആയിരുന്നു. ആ സാധനം പിടിച്ചു എന്നല്ലാതെ എവിടെ പോയത് കണക്കൂല, ആരും പറയുന്നില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ അഫ്ഗാനിസ്ഥാനിൽ ഭരണം അവർ ഏൽപ്പിച്ചപ്പോഴും അവിടെ നിന്ന് ഇത് നടക്കൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് സാധനം ഇറാനിലേക്ക് ഇറക്കി. ഇനി ഇറാനിൽ നിന്ന് ഒരു രഹസ്യതയുടെ പേരിൽ ഗുജറാത്തിലിറക്കി, അതങ്ങോട്ട് പോയി. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണം? ഇറാഖിൽ ആക്രമിക്കണം, കയറണം, അഫ്ഗാനിലും കയറണം. ഇത് വെറുതെ കയറാൻ പറ്റൂ? ഇതാണ് ഏറ്റവും വലിയ വരയെങ്കിൽ ആ വരയെ ചെറുതാക്കാൻ അതിനേക്കാൾ വലിയൊരു വര വരച്ചാൽ ആദ്യത്തെ ഏറ്റവും വലിയ വര ചെറുതാവും. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും മോശമായ ഒരു സംഭവം ഉണ്ടായാൽ അതിനേക്കാൾ മോശമായ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ സ്വന്തം രാജ്യമല്ലേ, ഇറാഖ് സ്വന്തം രാജ്യമല്ലേ, അവിടെ കോടികൾ കയറാവോ? അവിടെ ലോകത്ത് കുറേ രാഷ്ട്രങ്ങളില്ലേ. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്താൽ അത് ന്യായമാണ്. കാരണം അത്രയും വിലയുള്ള ലോകാത്ഭുതങ്ങളൊന്നും ആണെന്ന് പറയാവുന്ന അത്രയും വിലയുള്ളത് തകർത്താൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുമല്ലോ. അങ്ങനെയാണ് ഇറാഖിലും കയറി അഫ്ഗാനിസ്ഥാൻ കയറി. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ കയറി അവിടുന്ന് അവർ ചരസൊക്കെ ആവശ്യം പോലെ അമേരിക്ക കിട്ടാതെ പോയി. ഇത് പറയുമ്പോഴാണ് ഞാൻ ആദ്യം കമ്മട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എല്ലാം രഹസ്യാന്വേഷണം, 100 കണക്കിന് രഹസ്യാന്വേഷണ ഏജൻസികളും രഹസ്യാന്വേഷണ പ്രവർത്തകരും ഓരോ രാജ്യങ്ങളിലും നടത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചില രഹസ്യാന്വേഷണം മറ്റു രാജ്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ രാജ്യങ്ങളൊക്കെ ഉണ്ടാകും, ഓട്ടോമാറ്റിക് അറിയില്ലല്ലോ. ഇത്തിൽക്കണ്ണി എന്ന സാധനം, ഇത്തിൽക്കണ്ണി അത് മരത്തേലെ വളരുള്ളൂ, അതിന് സ്വയം വളരാൻ പറ്റില്ല. അതുപോലെ ഈ പറയുന്ന ചാരസങ്ങൾക്കൊന്നും മേൽവിലാസമില്ല, മുഖമില്ല. ആടെങ്കിൽ മുഖത്തിന് കയറുഫല പോകുന്നത്, അങ്ങനെയാണ് ഇത് അറിയുന്നത്. അപ്പം അങ്ങനെ എന്ത് സംഭവിച്ചു? ഇറാഖിൽ കയറാൻ അവസരം കിട്ടി. അതിനുശേഷം ഇറാൻ യുദ്ധശേഷം സിറിയ റഷ്യയുടെ സഹായത്തിൽ ഭരണം നിർത്തിയപ്പോൾ അത് തകർക്കാൻ വേണ്ടി ISIS ഉണ്ടാക്കി. ISIS ഉണ്ടാക്കിയത് അമേരിക്ക ഇസ്രായേൽ സൃഷ്ടിയാൽ ആരും വിശ്വസിക്കില്ല. അതുള്ള പിന്നെ അദ്ദേഹം പണ്ട് കൊന്നില്ലേ, അബൂബക്കർ സിദ്ദീഖ് എന്നിട്ട് പോയിട്ട് അത് യഹൂദനായിരുന്നു.
കാരണം ഈ സംഭവം എല്ലാം ഉണ്ടായിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടി ISI ഒരിക്കലും ഒരു പ്രശ്നത്തിൽ വരുന്നില്ല. അവർ മുസ്ലിക്ക് എതിരെയുള്ള പ്രവർത്തനം വരുള്ളൂ. അപ്പം മനസ്സിലായാതെന്നുള്ളു. അങ്ങനെ വന്ന സമയത്താണ് ISIS ഉണ്ടാക്കി. അതുപോലെ ഞാൻ പറഞ്ഞത് പലസ്തീൻ സംഭവമാണ്. അതുപോലെ പലസ്തീൻ വിഷയം അത് വില കൊടുത്ത് വാങ്ങിച്ചാണ്, ഇസ്രായേൽ വില കൊടുത്ത് വാങ്ങിച്ചത്. ഇന്ന് ഫാദർ ഒരാൾ റോബിൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, ചാനലുണ്ട്. അപ്പോൾ PLO പലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ അറഫാത്ത് നയിച്ചത് സമാധാനമായിരുന്നു. നമ്മുടെ നെഹ്റുവിനെ പോലെ, ഗാന്ധി പോലെ ഒരു കയ്യിൽ ഒലീവ് ഓയിലും ഒലീവിൻ്റെ കൊമ്പും മറുകയിൽ തോക്കുമായിട്ടാണെങ്കിലും സമാധാനമുണ്ട്, അക്കൂട്ടത്തിൽ വിപ്ലവമുണ്ട്. അങ്ങനെ സമാധാനമായിട്ട് പോയിരുന്ന PLO തകർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ സൃഷ്ടി ആയിരിക്കണം, നമുക്ക് 100% പറയാൻ പറ്റില്ല, ആയിരിക്കണം ഈ ഹമാസ് രൂപീകരണം. ഹമാസിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ടാൽ അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ ഈ മനഃശാസ്ത്ര കൂട്ടായ്മയുടെ വിലയിരുത്തൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ സംഘപരിവാർ ചാനലും ഇസ്രായേൽ ചാനലും പറയുന്നത് ഇസ്രായേൽ മുഴുവൻ രക്ഷിച്ചു, ഫലസ്തീനോ അല്ലെങ്കിൽ ഗാസയൊക്കെ തകർത്തു അരിപ്പടാക്കി, അവരെ കൊന്നും കളഞ്ഞു ഓടിച്ചു പോയി തിരിച്ചു കൊണ്ടു എല്ലാം അവരുടെ കയ്യിലായെന്ന് പറഞ്ഞത്. അതെന്തുമാത്രം ശരിയെന്നല്ല. വേറെ ഗ്രൂപ്പ്, ഇസ്രായേലിനെതിരെയുള്ള ഗ്രൂപ്പ് പറയുന്നത് ഇസ്രായേൽ തകർന്നു, അമേരിക്ക തകർന്നു നിൽക്കില്ല. അപ്പോൾ അവർ വിശ്വസിക്കാൻ പറ്റില്ല, അവർക്ക് താല്പര്യമുണ്ട്. ഇതിൽ ഒരു കാര്യം പറയാം, ഈ യുദ്ധത്തിൽ പിന്നെ ഗസയുടെ യുദ്ധത്തിൽ ഹമാസ് ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? ആയിരക്കണക്ക് ലക്ഷക്കണക്ക് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. 2-3 ലക്ഷം ആളെയല്ല കൊന്നിരിക്കുന്നത്. ഈ 2-3 ലക്ഷം ആളെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാണ്? ബുദ്ധിയുള്ള നിങ്ങൾ ചിന്തിക്കുക, മനഃശാസ്ത്രം അറിയാതെ നിങ്ങൾ ചിന്തിക്കുക. ആരാണ് അവസരം ഉണ്ടാക്കി കൊടുത്തത്? ഈ പിന്നെ ഹമാസുകാരല്ലേ? ഈ ഹമാസുകാർക്ക് ഈ സാഹചര്യം ആര് ഒരുക്കി കൊടുത്ത്? ഇസ്രായേൽക്കാരായിട്ട് ഇസ്രായേലല്ലേ? അല്ലെങ്കിൽ അത്രയും സങ്കീർണമായ അതിർത്തി രക്ഷാ സംവിധാനമുള്ള ഉണ്ട്, അതെല്ലാം ഓഫാക്കിയിട്ടിരുന്നത്. ഈ ഹമാസിൻ്റെ ഗുണ്ടകളോ അല്ലെങ്കിൽ തീവ്രവാദികളോ അവിടെ കയറിയപ്പോൾ ഇസ്രായേലിൻ്റെ ഇലക്ട്രോണിക് നമ്മുടെ പോലീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം ഓഫായിരുന്നു. അങ്ങനെ കയറാൻ അവസരം കൊടുത്ത ആരാണ്? ഇസ്രായേലാണ്. അതിൽ ബുദ്ധിയുണ്ട്. കാരണം ഇസ്രായേലിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് കയറിയപ്പോൾ, പ്രധാനമന്ത്രി കയറിയപ്പോൾ പറഞ്ഞല്ലോ ഏറ്റവും വലിയ തീവ്രവാദിയാണ്, ഗസയൊക്കെ നശിപ്പിച്ച് തീരുള്ളൂ എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിന് കയറാൻ അവസരം കൊടുത്ത് അവരെ കുറച്ചുപേരെ കൊന്ന് കുറച്ചുപേരെ ബന്ദിയായിട്ട് കൊണ്ടുവന്ന് അനുകരിച്ചു. അപ്പോൾ ഇസ്രായേൽ തികച്ചും കയറാനുള്ള ഒരു അവസരം കൊടുക്കും. അത് ഏതുപോലെ നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറയാം. ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് സാമ്പത്തികമായിട്ട് തകർന്നു. അത് 8-10 വർഷം നീണ്ടില്ലേ, അപ്പോൾ അറിയാമല്ലോ എത്ര ലക്ഷം പേരെ കൊന്നത് സാമ്പത്തികമായിട്ട് തകർന്നു. അപ്പോൾ അമേരിക്കയുടെ ഇറാഖിലെ അംബാസഡർ, അന്നൊരു സ്ത്രീയാണത്, പേരിപ്പോൾ ഓർക്കുന്നില്ല, പണ്ടെനിക്കറിയായിരുന്നു. ആ സ്ത്രീ സദ്ദാമിനോട് പറഞ്ഞു, അതായത് നിങ്ങളിപ്പോൾ ആകെ നശിച്ചിരിക്കുകയല്ലേ സാമ്പത്തികമായിട്ട്. കുവൈത്താണെങ്കിൽ ആളോഹരി ഏറ്റവും കൂടുതൽ വരുമാനമുള്ള അറിയപ്പെടുന്ന രാജ്യം കുവൈത്താണ്. കുവൈത്ത് കൂടെ വേറെ ചെറിയ രാജ്യമുണ്ട്, അത് വളരെ ചെറിയ രാജ്യമാണ്. ആ കുവൈത്തിലേക്ക് കയറി അവിടെ സമ്പത്ത് മുഴുവൻ കുന്നുകൂടി കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് അനുസരിച്ചുകൊണ്ട് സദ്ദാമിൻ്റെ പട്ടാളം 1000 ട്രക്കായിട്ട് കുവൈത്തിലേക്ക് കയറാണ്. അതാരാ പറഞ്ഞു കൊടുത്തത്? അമേരിക്കൻ എംബാസി. അങ്ങനെ കയറിക്കൊണ്ടിരിക്കെ അത് ചാര ഉപഗ്രഹത്തിൽ കൂടി എടുത്ത് സൗദി അറേബ്യയുടെ ഭരണകർത്താക്കളുടെ ചെവിയിലും കണ്ണിലും കാണിച്ചു കൊടുത്ത് കേൾപ്പിച്ചു കൊടുത്തു. അതെ, കുവൈത്ത് കയറി ഇതടുത്ത് നിങ്ങളിലാണ്, അവിടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം സൗദി അറേബ്യ ഭരണകൂടം സമ്മതിച്ചില്ല. നിർബന്ധിച്ചപ്പോൾ അവിടുത്തെ ഉലമാക്കൾ, അതായത് അവിടുത്തെ ഒരു കമ്മിറ്റി ഉണ്ട്, പുരോഹിതന്മാരെ കമ്മിറ്റി പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ. അങ്ങനെയാണ് ഇന്ന് വരെ അമേരിക്ക സൗദിയുടെ സംരക്ഷകരായിട്ട് നിൽക്കുന്നത്. അവർക്ക് പ്രത്യേക മേഖല തന്നെ കൊടുത്തിരിക്കുകയാണ്. ആ മേഖലയിൽ സൗദിക്ക് യാതൊരു ബന്ധമില്ല. അത് അവരൊരു മേഖല, രാജ്യം പോലെയാണ്. അവർക്ക് വെള്ളം പിടിക്കാം, വെള്ളം അടിക്കാം, എന്ത് തോന്നിയാൽ ചെയ്യാം. ആ ഗേറ്റ് വരെ പോകാൻ പറ്റുള്ളൂ, ഗേറ്റ് അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബില്ലാദൻ അമേരിക്ക വളർത്തിയതാണല്ലോ. ബില്ലാദൻ അമേരിക്ക സൃഷ്ടിയാണ്, അമേരിക്ക വളർത്തിയാണ്. അവസാനം അമേരിക്കയ്ക്ക് തിരിച്ചപ്പാട് പിന്നെ അയാളെ കൊന്നതൊക്കെ എന്ന് വെച്ചാൽ നോക്കിയപ്പോൾ സൗദിയിൽ സായിമാരുടെ മക്കളുണ്ടാവുന്നു. സായിമാർക്ക് എവിടെയും പോകാം. സൗദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തം വാപ്പക്ക് പോലും വീട്ടിലേക്ക് കയറണമെങ്കിലും മുട്ടിയിട്ട് കയറാവുള്ളൂ, ഓടി കയറാൻ പറ്റില്ല. അത്ര സ്ത്രീ സ്വാധീനമുള്ള സ്ഥലമാണ്
പുറത്തുറമ്പില്ല. ആ സ്ത്രീക്ക് ഏത് രാത്രിയും തനിച്ചും എവിടെയൊക്കെ പോകാം. അവിടെ ഇനി മഹറിൻ്റെ വിഷയം, ഇവിടുത്തെ സ്ത്രീധനം പോലെ അതിനേക്കാൾ ദൂഷ്യമാണ് മഹർ. അപ്പോൾ നല്ല എമൗണ്ട് മഹർ കൊടുത്താൽ മാത്രമേ പെണ്ണ് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടാതെ ടാക്സി ഡ്രൈവർമാർക്കും കിട്ടൂല, കാശില്ലല്ലോ. അതിനർത്ഥം കല്യാണം കഴിക്കാൻ കുറേ അധികം ആൾക്കാർ ഉണ്ടാവും, കഴിക്കാതിരിക്കാൻ 10-30 പൈസ. അവർക്ക് ഏത് രാത്രി സ്വന്തമായിട്ട് പോകാം, അവിടെ പോലീസ് റൈഡോ ചെക്കൊന്നുമില്ല. അപ്പോൾ അവർ മിസ്യൂസ് ചെയ്തിട്ട് അങ്ങനെ സാഹിബ്മാർ മക്കളുണ്ടാവുന്നതൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ബില്ലാതെ അമേരിക്ക എതിര് വന്നത്. അത് വിഷയം വിട്ട്. അപ്പോൾ അതുപോലെ ഇസ്രായേൽ എന്ത് ചെയ്ത് കൊടുത്തു, ഒരു സൗകര്യം ചെയ്ത് കൊടുത്തു ഈ ഹമാസ് കയറാൻ. പ്രശ്നമായോ? അതിന് ശേഷമാണ് ഹമാസിനെ എതിർക്കൊണ്ട്, ഹമാസിനെ എതിർക്കുന്നു എന്ന പേരിൽ അന്നൊന്നും ഹമാസിൻ്റെ പ്രവർത്തകർ ആരെയും ഇവർ കൊല്ലാൻ പറ്റില്ല, കൊന്നിട്ടുമില്ല. മുഴുവൻ സാധാരണക്കാരെ, കുഞ്ഞുമക്കളെ, സ്ത്രീകളെ, വൃദ്ധരെ ആണ് അങ്ങനെ ഉന്മൂലനാശം നടത്താൻ പറ്റും. വംശഹത്യ എന്ന് പറയാം ചെയ്യാൻ വേണ്ടിയാണ്. ആൾ ഇത് നോക്കുന്നത് മനുഷ്യരാണോ കൊന്നുകളയാം ആദ്യം. അതിൽ ഇന്ത്യ ഈ ലോകത്ത് 300 രാജ്യങ്ങൾ, 300 രാജ്യങ്ങളുണ്ട്, 800 കോടി ജനങ്ങളുണ്ടായിട്ടും എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഈ UN കൊണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന UN എന്ന് പറയണ്ടല്ലോ, PSC ചോദ്യത്തിലുണ്ട്, അവർക്കിട്ട് സാധിച്ചില്ല. ഏത് ഇസ്രായേൽ ഒതുക്കാൻ ഇപ്പോഴും സാധിച്ചില്ല. അങ്ങനെ ഇസ്രായേൽ മേഞ്ഞ് ഇപ്പം കുറച്ച് ഇവരെയും പിടിച്ച് കൊന്നുപിടിക്കിട്ടുണ്ട്. ഒന്ന് നശിപ്പിച്ച് എല്ലാ കെട്ടും പരിധി എല്ലാം ഇല്ലാതെയാക്കി. ഇനി ഹമാസ് എന്ത് നേടിയപ്പോൾ? ഞാൻ അന്ന് സദ്ദാം ഹുസൈനോട് പറഞ്ഞല്ലേ, നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ നമുക്ക് എന്ത് നേട്ടം കിട്ടി നോക്കണം. നമുക്ക് നേട്ടമില്ലെങ്കിൽ എതിർത്തിട്ട് എന്ത് കാര്യം? അതാണ് സദ്ദാമിൻ്റെ കാര്യം പറഞ്ഞത്. സദ്ദാമിൻ്റെ സ്കഡ് മിസൈൽ അത് തകർക്കാൻ വേണ്ടി ഇസ്രായേൽ അമേരിക്കയുടെ പേട്രിയോട്ട് മിസൈൽ ചോദിച്ചു, പക്ഷേ അമേരിക്ക കൊടുത്തില്ല. സദ്ദാമിൻ്റെ ഒരു സ്കഡ് വീണ് ഇസ്രായേൽ വീണ് 10 കൂടി ഞാറ്റുകൂടി നേഴ്സറിയിൽ ഞാറുകെട്ട് നശിച്ചുകൂടി അമേരിക്ക വിലക്ക് ചോദിച്ചിട്ട് കൊടുക്കാൻ സാധനം അമേരിക്ക ഫ്രീ ആയിട്ട് കൊടുത്തു. മാത്രമല്ല എറക്ഷൻ ചാർജ് പറയും, അവരോട് എറക്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആർക്ക് നേട്ടം കിട്ടി? ഇസ്രായേൽ നേട്ടം കിട്ടിയില്ലേ? അതാണ് അതിൻ്റെ ഫിലോസഫി. ഇതാണ്, നാം ഒരാളെ എതിർക്കുമ്പോൾ നമുക്ക് നേട്ടം ഉണ്ടാവണം, അല്ലെങ്കിൽ എതിർക്കരുത്. അങ്ങനെ കയറി ഇതെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ അവർ കൈവശമായി എന്നാണ് പുറത്ത് കേൾക്കുന്നത്. ഇതിൽ ഹൂത്തികൾ, പിന്നെ ഹമാസ്, പിന്നീട് ലെബനോണിലിത്, ഇവരൊക്കെ ചെയ്യുന്നത്, ഇവർക്കെല്ലാം വളം വെച്ച് കൊടുക്കുന്നെല്ലാം ഈ കൺട്രീസിലെ ആൾക്കാർ തന്നെയാണ്. കാരണം അങ്ങനെ സംഘർഷം ലോകത്തുണ്ടായാലേ ആയുധം വിറ്റുള്ളൂ. ആയുധം വിറ്റുവാകുമ്പോൾ ഇറാഖ് യുദ്ധത്തിൻ്റെ ഒരു കാരണം ശീത സമരത്തിൽ റഷ്യക്കെതിരെ കണ്ടുപിടിച്ച ആയുധങ്ങൾ, അത് 8-10 അടി കോൺക്രീറ്റ് വീണ്ടും തകർക്കാൻ പറ്റിയ മിസൈല് കണ്ടുപിടിച്ച് അത് കാലം കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ച് കളയണം. അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് പൊട്ടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നഷ്ടമല്ലത്. അപ്പോൾ പൊട്ടിച്ച് കളഞ്ഞ് ഈ സാധനം വിറ്റ് പോകണം. വിറ്റുകൂടി ലോകത്ത് എവിടെയും യുദ്ധം ഉണ്ടാവണം. പിന്നെ മറ്റത് ഒരു പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് പരീക്ഷിക്കണം. ഇതൊക്കെ രാജ്യം വേണ്ട, അമേരിക്ക ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു മുസ്ലിം രാജ്യം എന്ന് പറഞ്ഞാൽ, അറബ് രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാഖിനൊക്കെ നോട്ടം ചെയ്ത് ഇറാഖിൽ കയറി ഈ മിഷൻ എല്ലാം വിറ്റ് പൊട്ടിച്ച് തീർത്ത് പരീക്ഷ നടത്തി ഇറാഖ് തകർത്ത് ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ഇറാഖിൻ്റെ അന്നത്തെ അവസ്ഥ എന്നറിയോ? നമ്മൾ റോഡ് നടന്നു പോകുമ്പോൾ കാനയിൽ നമ്മുടെ കാല് മുട്ടിക്കഴിഞ്ഞാൽ ആ അഴുക്ക് വെള്ളത്തിൽ നമ്മൾ പൈപ്പിൽ കൊണ്ട് കാല് കഴുകും. ഇപ്പം പൈപ്പില്ല, അത് വേറെ കാര്യം. അത്ര മോശമാണ് കാനയിലെ വെള്ളം. കാല് നമ്മുടെ ശരീരത്തിൽ മുട്ടിയാൽ അത് ശുദ്ധജലം കൊണ്ട് പൈപ്പിൽ വെള്ളം കൊണ്ട് കഴുകിക്കളയുന്നതാണ്. അവസാനം ഇറാഖിൽ ദാരിദ്ര്യം മൂത്തിട്ട് ആ വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തേണ്ടി വന്നു. എത്ര ലക്ഷം കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ, വിറ്റാമിൻ മരുന്നും കിട്ടാതെ മരിച്ച ഇറാഖിൽ. ഇതൊക്കെ കാരണം അമേരിക്കയല്ലേ? അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ സംഭവമില്ലേ? അപ്പം അങ്ങനെ ചെയ്ത് ഇതാണ് അവർ അതിന് നേട്ടം കരുതി. അതുപോലെ ഇസ്രായേൽ ഇപ്പോൾ തകർത്തൽ. ഇതിൽ 2-3 വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. ആ ലക്ഷ്യങ്ങൾ എന്നാൽ ഞാൻ പറഞ്ഞ ഈ സൂയസ് കനാലിന് പകരമായിട്ട് മറ്റൊരു അതിനേക്കാൾ നീളവും വീതിയും ആഴവുമുള്ള ഒരു കനാൽ പണിയാണ്ട്. അത് ഈ ഗസയുടെ ഭാഗത്തുകൂടി വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഗസയിൽ നിന്ന് ജനങ്ങൾ ഒഴിപ്പിച്ചേ പറ്റൂ. അറ്റ് എനി കോസ്റ്റ് എന്ത് ചെയ്തും ഒഴിപ്പിച്ച് തരും. അതിന് കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഇസ്രായേൽ ഈ ഹമാസിന് അങ്ങോട്ട് കയറാവുക കൊടുത്തത്. അപ്പോൾ ആ കാരണം പറയാമല്ലോ. ഇതൊക്കെയാണ് സത്യം. എൻ്റെ പൊന്ന് സഹോദരികൾ, നിങ്ങൾ വലിയ സത്യം അറിയുന്നുണ്ടോ? എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? എന്താണ് ഈ സാമ്രാജ്യത്വ ശക്തികളുടെ തട്ടിപ്പും വഞ്ചനയും
തന്ത്രവും. അപ്പോൾ ഇതെല്ലാം നാട് നന്നാക്കല്ല, അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയാണ്. ഈ അമേരിക്കക്കാരെ നന്നാക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി നന്നാക്കാനോ ഒന്നുമല്ല, അവർ ആധിപത്യം നിലനിർത്തണം. അത് റഷ്യ ആണെങ്കിലും അത് അമേരിക്ക ആണെങ്കിലും അതെ. ഇതാണ് സംഗതി. ഇപ്പോൾ പറയുന്ന നിലക്കാണെങ്കിൽ സംഗതി ഇതല്ലേ. പിന്നെ അതിൽ ഇപ്പോൾ ഹൂത്തി പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ഒരു കപ്പൽ അത് തകർത്ത് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര ലക്ഷം എത്ര ടണ്ണാണെന്ന് പറയാം ആ കപ്പലിൽ ക്രൂഡ് ഓയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര 1000 കോടി വിലയുള്ളതാണ്. ഇതൊക്കെ നാടിനെ ഉപദ്രവം മാത്രമല്ല, പ്രകൃതി പോലും മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഹൂതി ചെയ്തവർക്ക് ഒരു ബോംബ്, ഒരു സ്കഡ് വിട്ടാൽ മതി, സംഗതിയോ. അതെല്ലാം ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുപൂച്ചയും കാട്ടുപൂച്ചയായിട്ട് ബംബ്ലി തറവാട് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ആൾക്കാരെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഭൂമിയോട് കാണിക്കുന്ന അനീതിയാണ്, പ്രകൃതിയോട് കാണിക്കുന്ന അനീതിയാണ്, മനുഷ്യരോട് കാണിക്കുന്ന അനീതിയാണ്, മനുഷ്യകുലത്തോട് കാണിക്കുന്ന അനീതിയാണ്. ഈ അനീതിയിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി ഒന്നൊന്നുമില്ലെന്നേ. എല്ലാവരും അതുല്യയുടെ ആക്കാര്യത്തിൽ. രാജാവ് നഗ്നാന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കുളിമുറിയിൽ എല്ലാവരും നഗ്നാന്ന് പറയും പോലെ. എല്ലാവരും നഗ്നല്ല, ഇസ്ലാമിക ഭീഷണിച്ച് കുളിമുറി പോലും പൂർണ്ണ നഗ്നം നിൽക്കാൻ പാടില്ലെന്നുള്ള അത് വേറെ വശം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊന്നും നാട് നന്നാക്കാനല്ല, ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ വലിയ കളിയുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന് പട്ടിണിയും ദാരിദ്ര്യമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനാരും ഉത്തരവാദി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പിന്നെ ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്താം. അതെന്താണെന്നില്ല, ഇപ്പം നമ്മൾ LDF കൺവീനർ, അത് നമ്മൾ ലോക്കൽ രാഷ്ട്രീയത്തിൽ വരാണ്. LDF കൺവീനർ EP ജയരാജൻ മാറി പകരം ആരെ പറ്റി? TP രാമകൃഷ്ണൻ. ഒന്ന് ചോദിക്കട്ടെ, LDF എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയല്ലേ? ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ആരാണ് തീരുമാനിക്കുന്നത്? CPM മാത്രമാണോ? ആ മുന്നണി കൂടണ്ടേ? ആ മുന്നണി ഒന്നും കൂടാതെ ഏകാധിപത്യം പോലെ അല്ലെങ്കിൽ വലിയ മനോഭാവം പോലെ നേരെ പുള്ളി TP രാമകൃഷ്ണനെ ചാർജ് ഏൽപ്പിച്ചു. അപ്പം അറിയാമല്ലോ. പിന്നെ മറ്റൊന്ന്, ചില സ്ത്രീകൾ കോൺഗ്രസിൽ ഇപ്പം ചില സ്ത്രീകൾ പറയുന്നു ഇവിടെയും ഉണ്ട് ഇപ്പോൾ പ്രശ്നമെന്ന്. ചില സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്രിട്ടാസ് ഒറ്റുണ്ട്. ഈ പഞ്ചാബുകാരാൾ എന്നൊരു ആ കാലഘട്ടത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് വനിതയെ വിളിക്കാത്തതുകൊണ്ട് എവിടെ അവൾ, വിളിക്കവളെ, വരട്ടെ, ലക്ഷദ്വീപിലേക്ക് യാത്ര പോയതിൻ്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ, അല്ല അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ പൈസ ഇപ്പോൾ പരാതി പറയുന്നത്. എന്തോകട്ടെ, അതൊക്കെ നോക്കട്ടെ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു നിർത്തുക. അതായത് സിനിമാ നടനും മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അന്ധമായിട്ട് LDF എതിർക്കുകയോ അല്ലെങ്കിൽ UDF സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. അവളുടെ ഒരു വിഷയം നിയമവശമുണ്ട്. അതായത് ഈ മുകേഷ് രാജിവച്ചാൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ കൂടി വേണം അകത്ത് വരണമെങ്കിൽ, MLA ആണെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിൽ നിയമപരമായിട്ട്, ഞങ്ങൾ പറഞ്ഞ ലോ കാര്യങ്ങൾ, വേൾഡ് ലോ പറഞ്ഞ നിയമപരമായിട്ട് സാധിക്കില്ല. കാരണം അറിയുമോ, രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാൾ നിരപരാധി കോടതിയിൽ തെളിയിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ? പിന്നെ ഇലക്ഷൻ നടത്തണ്ടേ? അതുകൊണ്ട് മറ്റ് തെരഞ്ഞെടുത്ത ഭാരവാഹിത്വം മാറി നിൽക്കാം എന്നല്ലാതെ MLA സ്ഥാനം രാജിവെക്കൽ ഉചിതമല്ല എന്നാണ് നമ്മുടെ ഇന്ന് LDF സെക്രട്ടറി ഗോവിന്ദൻ സാർ പറഞ്ഞത്. അതിലൊരു ചെറിയ പോയിന്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രീമതി ടീച്ചർ ഉൾപ്പെടെ നമ്മുടെ വിൻസെൻ്റ് MLA പെരുമ്പാവൂർ MLA രാജിവെക്കണമെന്ന് സമരം ചെയ്തതിൽ യുക്തിയുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മുന്നണി രാഷ്ട്രീയം നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന മുന്നണി പറയുന്ന നല്ല കാര്യങ്ങൾ, പിന്നെ ചീത്ത കാര്യങ്ങൾ നമ്മൾ അനുകൂലിക്കണം, എതിർ മുന്നണി പറയുന്ന നല്ല കാര്യം നമ്മൾ എതിർക്കണം. അത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് അധികം അങ്ങോട്ട് കടന്ന് ചിന്തിക്കാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി മിതത്വം പാലിക്കുകയും ശരി ആരാണ് നോക്കിയാൽ അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ കാര്യം ശരിയാകൂ. പിന്നെ സിനിമയെക്കുറിച്ചുള്ള ഒരു വാക്ക്, നിഷ നൂർ എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നിഷ നൂർ എന്ന ഒരു സ്ത്രീ സിനിമാ നടിയാണ്. അവരുടെ എയ്ഡ്സ് പിടിച്ച് മരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ മരിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് സിനിമയിൽ വന്ന നടിമാരും നടന്മാരും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും തകർന്ന് അധോഗതിയിൽ പോയി മരിച്ച് ജീവിതം അവസാനിച്ച് എത്ര ആൾക്കാരുണ്ട്. ഇപ്പം നാട് വിട്ട് പോയി ഒരു തോമസ് പണക്കാണ്ട് വരുമ്പോൾ നമ്മൾ പറയും അതെ അവൻ നാട് വിട്ട് രക്ഷപ്പെടുന്നത്. എത്രയോ തോമസും
പരീതും രാമകൃഷ്ണനൊക്കെ പോയിട്ടുണ്ട്. അവരാരും രക്ഷപ്പെട്ടതിൽ ആ ചത്തുപോയി. അതുപോലെ സിനിമയിൽ 1-2 പേര് രക്ഷപ്പെട്ടെങ്കിൽ ബാക്കി 100 കണക്കിന് ആൾക്കാർ ജീവിതത്തിൽ എന്നേക്കുമായി അതമ്പതിച്ച് രോഗിയായിട്ടും പകർച്ചവ്യാധി രോഗമൊക്കെ ആയിട്ടും പണ്ടും അത് എത്രയോ സിനിമാ നടികൾ പോയി നമ്മുടെ മലയാളത്തിൽ മീനമ്പാക്കാൽ തമിഴ്നാട്ടിൽ ചെന്ന് അസുഖം വന്ന് മരിച്ചിട്ട് എത്ര കഷ്ടപ്പെടുന്നറിയോ. അപ്പോൾ സിനിമ ഒരു മായാലോകമാണ്. ഇപ്പോൾ കാണുന്നതും അതൊരു മായാലോകം തന്നെയാണ്. ഇതൊക്കെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.